നിങ്ങൾ ഒമാസ് പോലുള്ള ഒരു സ്ഥാപനം നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ. നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നിങ്ങളെ ആറാമയിലെ ഒമാസ് ഹോട്ടലിലെ ഒമാസിന്റെ ഡ്രെയിനേജ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒമാസിന്റെ മുന്നിലാണ്. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നമുക്ക് തന്നെ അകത്ത് കയറി ചോദിച്ചു നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടാ. ഇതിന്റെ വെയിറ്റിംഗ് ഇതാ പുറത്ത് വരെ ആൾക്കാർ വെയിറ്റിംഗിലാണ്. ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാരണ ചിലർക്കുണ്ട്. അങ്ങനെ സംഭവിച്ചൊരു സംഭവമാണ് ഇത്. ഇന്നലെയാണ് ഈ ന്യൂസ് എല്ലാം പ്രചരിച്ചത്, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ക്രൗഡ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എത്ര നീറ്റ് ക്ലീൻ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നതെന്ന്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഇപ്പം കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത്. ആ വിശ്വാസം ഞങ്ങൾ എപ്പോഴും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇത് 100% ഫേക്ക് ന്യൂസാണ്. ഇത് സംഭവിച്ചത് 6 മൈൽ നിന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ന്യൂസ് വന്നുകൊണ്ടിരുന്നത്. സത്യത്തിൽ അത് സംഭവിച്ചത് കണ്ണൂർ സംഭവിച്ചതല്ല. കണ്ണൂർ ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ആരോ ഒരാൾ എടുത്ത് വീഡിയോ ഇട്ടത്. ഇപ്പോൾ ആർക്കും കണ്ടാൽ മനസ്സിലാവുന്നത് ഡ്രൈനേജ് ടാങ്കാണ്. കുടിവെള്ളത്തില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവം തന്നെയാണ്. നമ്മൾ വെള്ളം കൊടുക്കുന്ന എല്ലാം പ്യൂരിഫൈ ചെയ്തിട്ടില്ല, ഫിൽട്ടർ ചെയ്ത വെള്ളം കൊടുക്കുന്നത്. കച്ചറ വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യം നമ്മൾക്കില്ല. രണ്ടാമത് റിപ്പോർട്ട് വന്നത് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഫുഡ് പോയിസൺ ആയിട്ട് കുറച്ച് ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി നല്ലത്. അങ്ങനെ കേസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത്രയും ആൾക്കാർ ഇവിടെ ടേബിൾ ഫുള്ളാണ്. ആ മാത്രമല്ല ഈ കാണുന്ന ആൾക്കാരെല്ലാം വെയിറ്റിംഗില്ല. അതൊക്കെ പോട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും എനിക്ക് സീറ്റ് കിട്ടി. എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്ന സാധനമാണ് ഈ നാടൻ മട്ടൻ സൂപ്പ്. അതിലേക്ക് ആ നാരങ്ങ കൂടി പിഴിഞ്ഞിട്ടൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ബീഫ് റിബ് വരട്ടിയത്, ഹമ്മൂസ്, കാന്താരി ചിക്കൻ, അതുപോലെ തന്നെ കൊണ്ടാട്ട അൽഫാം. ഇവിടെ കഴിക്കാൻ റുമാൽ റൊട്ടി, ബട്ടർ നാനും പൊറോട്ടയും. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ആ ബീഫ് റിബ് വരട്ടിയതാണ് കേട്ടോ. അതിന്റെ മുകളിലെ പീസൊക്കെ നല്ല സോഫ്റ്റ് ആണ്. ആ ബ്രെഡ് ഒന്ന് കീറിയെടുത്ത് റിബിന്റെ മുകളിലെ പീസും കൂട്ടി ആ മസാലയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. അടുത്ത ട്രൈ ചെയ്തത് അൽഫാം കൊണ്ടാട്ടാണ്. അൽഫാമിന്റെ മുകളിൽ ഒരു നാടൻ മസാലയൊക്കെ മാരിനേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അതാ കാണുന്ന ഹമ്മൂസിൽ മുക്കിയിട്ടാണ് കഴിച്ചത് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ആ ചിക്കൻ കാന്താരിയും പൊറോട്ട ഉണ്ടല്ലോ, നല്ല കോമ്പിനേഷൻ. റുമാലി റൊട്ടി എല്ലാവരും നൈസ് ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കട്ടിയുണ്ട്, അതത്ര പിടിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ഓക്കെ. അവസാനം ഒന്ന് ദഹിക്കാൻ ഒരു ലെമൺ ടീ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാ അതെ അങ്ങനെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഇഷ്യൂ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വിശ്വാസമാണല്ലേ? അതെയാ. അമ്പലത്തുള്ള ഒമാസ് എന്നാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത്. കണ്ണൂരും കൂത്തുപറമ്പിനടുത്തുള്ള 6 മൈലാണ് ഇവർക്ക് വേറെ ബ്രാഞ്ച് ഉള്ളത്. ഇവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇവിടെ വന്ന ക്രൗഡ് കണ്ടിട്ടില്ലേ, അവരും ഞാനും ഇവിടുന്ന് വിശ്വസിച്ച് ഭക്ഷണം കഴിച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഒരു മൊബൈലും സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ആരെയും വളർത്താനും തളർത്താനും കഴിയും. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നമ്മളെ ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം ശുദ്ധീകരിച്ച വെള്ളമാണ്. എല്ലാം കറക്റ്റ്. കാരണം ഇവിടുത്തെ വാട്ടർ പ്രൂഫിന്റെ അവർ വന്ന് ചെക്ക് ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇത് ആര് ചെയ്ത് എന്ത് ചെയ്ത് നമുക്ക് അറിയുന്നില്ല.